പവിത്രം 2 27-ാമത്തെ എപ്പിസോഡ്. ഗൗരി റൂമിൽ പിണങ്ങി ഇരിക്കുകയാണ്. അവിടേക്ക് വേദയും തരുണും വരുന്നു. വേദ: മോൾ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോവുകയല്ലേ? വേദ: കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ മാറ്റം കിട്ടി ഇങ്ങോട്ടേക്ക് വരുമല്ലോ. ഗൗരി പറയുന്നുണ്ട്: അപ്പോൾ നമുക്ക് ഒന്നിച്ച് വന്നാൽ പോരെ? വേദ: അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും മോളെ. ഗൗരി പറയുന്നുണ്ട്: അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. വേദ: അയ്യോ, അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ അച്ചമ്മയുണ്ട്, രാമങ്കിളുണ്ട്, ഷീല ആൻറ്റി ഉണ്ടല്ലോ. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള പണിയില്ലേ മോളെ. വേദ: അവർക്കൊന്നും മോളെ നോക്കാനുള്ള സമയം കിട്ടില്ല. അതുമാത്രമല്ല, ഗൗരിമോളുടെ പ്രായത്തിലുള്ള കൂട്ടുകാരെ വേണ്ടേ മോൾ? അതിപ്പോൾ എനിക്കുണ്ടല്ലോ. തരുൺ ഗൗരിയോട്: ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരും. പിന്നെ അതുമാത്രമല്ല, മോളെ നോക്കാൻ ഒരാളെ നിർത്തുന്നുണ്ട്. ഗൗരി: ആരെയാണ്? തരുൺ: ഗൗരി മോൾക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ആളെ. ഗൗരി: എനിക്ക് വേണ്ട ആരെയും. വേദ: വേണ്ടെങ്കിൽ വേണ്ട. നാളെ മോളെ ഞാൻ സ്കൂളിൽ കൊണ്ട് ചേർക്കാം. ഗൗരി: കൂട്ടിക്കൊണ്ടുപോവാനും അമ്മ വരണം. ഓക്കെ, നാളെ അമ്മ ലീവ് എടുക്കാം. അങ്ങനെ ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും. തിങ്കളാഴ്ച തൊട്ട് അമ്മ ജോലിക്ക് പോയി തുടങ്ങും. മോള് ഒറ്റയ്ക്ക് സ്കൂൾ ബസ്സിൽ പോകണം. തരുൺ: അപ്പോഴേക്കും ആ മാമനെ വരാൻ പറയാം. മോൾ: നിങ്ങളില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആരും വേണ്ട. വേദ: അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നാളെ ആരും മോളുടെ കൂടെ വരില്ല. തരുൺ: നാളെ ഞാൻ അയാളോട് വരാൻ പറഞ്ഞു. വേദ: ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ പോരെ? അപ്പോഴേക്കും മോൾ ഒന്ന് ഓക്കെ ആവും. എന്തായാലും അമ്മ ഈ ഒരാഴ്ച മോളുടെ കൂടെയുണ്ട്, പോരെ? ഒരാഴ്ച കഴിഞ്ഞ് ഗൗരിയുടെ സ്കൂളിലേക്ക് വേദ പോകുന്നു. പ്രിൻസിപ്പൽ വേദയോട്: ഒരാഴ്ചയേ ആയുള്ളൂ എങ്കിലും മോൾ ഇവിടെ വലിയ കുറുമ്പിത്തരമാണ് കാണിക്കുന്നത്. വേദ: അത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയതിൻ്റെ വിഷമമാവും. വേദയോട് ടീച്ചർ: ഗൗരിക്ക് അതിൻ്റെ ആവശ്യമേ വന്നില്ല. അവൾ പെട്ടെന്ന് ഇവിടെ ആയിട്ട് ഇണങ്ങി. വേദ: പിന്നെന്താ പ്രശ്നം? ടീച്ചർ: അടി. അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ അവൾ പോയി അടി തുടങ്ങും. ടീച്ചർമാരോടൊന്നും അവൾ കംപ്ലൈൻറ്റ് ചെയ്യാറില്ല. ക്ലാസ്സിൽ ഏറ്റവും വികൃതിയുള്ള കുട്ടി ആൽബിനായിരുന്നു. ഇപ്പോൾ അവൻ ഒരു മൂലയ്ക്ക് പോയി ഇരിപ്പാണ്. പ്രിൻസിപ്പൽ വേദയോട്: ഇതിൻ്റെ പേരിൽ മോളെ വഴക്ക് പറയാനോ അടിക്കാനോ നിൽക്കണ്ട. ഇപ്പോഴേ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ വലുതാകുമ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവില്ലേ? വേദ: ഇതിനു മുമ്പ് പഠിച്ച സ്കൂളിൽ നിന്നും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. മാഡം, ഞങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല, മോളുടെ സ്വഭാവം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞങ്ങൾ എല്ലാ മാതാപിതാക്കളെയും വിളിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. വേദ പറഞ്ഞു: ഇനി മുതൽ അവളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ഞാൻ അവളെ ശ്രദ്ധിച്ചോളാമെന്ന്. പ്രിൻസിപ്പൽ: സബ് കളക്ടറുടെയും SP-യുടെയും മോൾ ഇവിടെ പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. അച്ഛൻ്റെ സ്വഭാവം തന്നെയാണോ മോൾക്ക് കിട്ടിയിട്ടുള്ളത്? അച്ഛനും ഇങ്ങനെ തെറ്റ് കണ്ടാൽ പോയി അടിക്കാറുണ്ടോ? വേദ: അവൾക്ക് അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ്. അച്ഛൻ തെറ്റ് കണ്ടാൽ അവരെ പോയി ശിക്ഷിക്കും. വിക്രം അടുക്കളയിൽ ചായ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻഡ്രൂസിൻ്റെ ഫോൺ വന്നു. വിക്രം: എന്തായി? ഓക്കെയാണ് സാർ. ആൻഡ്രൂസ്: ഇന്നലെയും തരുൺ സാർ വിളിച്ചിരുന്നു, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അതാണ് ഞാൻ അതിരാവിലെ നിന്നെ വിളിച്ചത്. സാർ അഡ്രസ്സ് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി, ഞാൻ ഇന്നലെ ചെന്നോളാം. ആൻഡ്രൂസ്: നേരത്തെ ചെല്ലണം, നിന്നെ കണ്ടിട്ട് വേണം മാഡത്തിന് ജോലിക്ക് പോകാൻ. വിക്രം ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. വിക്രം അച്ഛനോട്: ആൻഡ്രൂസ് സാർ വിളിച്ചിരുന്നു, ഇന്നെന്നെ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വിക്രം അച്ഛനോട്: ചോറ് വെച്ചിട്ടുണ്ട്, കറിയൊന്നും വെക്കാൻ പറ്റിയില്ല. അച്ഛൻ: നീ ജോലിക്ക് വയ്ക്കോ, ചോറും കറിയൊക്കെ വെക്കാനുള്ള ആരോഗ്യം ഇപ്പോൾ എനിക്കുണ്ട്, എല്ലാം ഞാൻ ചെയ്തോളാം. അച്ഛൻ: നീ ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നതിലേ എനിക്ക് സംശയമുള്ളൂ. വിക്രം: എനിക്കും ആദ്യം സംശയമുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ആ ജോലിയോട് എനിക്കൊരിഷ്ടവും രസവുമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ: ശരിക്കും? ഞാൻ 5 വയസ്സുള്ള ഒരു കുട്ടിയോടൊപ്പമല്ലേ ജീവിക്കാൻ പോകുന്നത്? അച്ഛൻ: കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ നിനക്കും വേദയ്ക്കും 5 വയസ്സുള്ളൊരു മോൾ ഇപ്പോൾ ഉണ്ടായെന്നെ. ആ മോളെ സംരക്ഷിക്കൽ മാത്രമാണ് നിൻ്റെ ജോലി.
അച്ഛൻ വിക്രമിനോട്, നീയും ആമിയും കൂടെ കുറേ നേരം ഇന്നലെ രാത്രി വർത്തമാനം പറഞ്ഞിരുന്നു അല്ലേ? ആ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് അച്ഛാ. ഞാൻ നേരത്തെ ജോലിക്ക് പോകണം. വിക്രം ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആമി വിക്രമിനെ കാണുന്നു. എന്താപ്പത്, താടിയും മുടിയൊക്കെ വെട്ടിയിട്ട്? ആൻഡ്രൂ സാറ് പറഞ്ഞു ജോലിക്ക് പോകുമ്പോൾ നല്ല വൃത്തിയിൽ പോകണമെന്ന്. അതുകൊണ്ടാ. വിക്രമിന് പഴയ താടിയും മുടിയൊക്കെയാണ് രസം. അച്ഛൻ ഒരു കുഞ്ഞിനെ നോക്കാൻ പോവുകയല്ലേ, അപ്പോൾ വൃത്തിക്ക് പോണ്ടേ? ആമി വിക്രമിനോട്, ഞാനും വരുന്നുണ്ട്, എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടാൽ മതി. ഓക്കേ ബൈ.